താനും ഇതുപോലെ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്, എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് LKG പിള്ളേർ കരയുന്ന പോലെ അതുപോലെ ഇരുന്ന് പറഞ്ഞ് ഇരിക്കുന്ന വീഡിയോസ് കണ്ടു. അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് രമേശ് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി കസേരയാണ്. നിങ്ങൾക്ക് പണ്ടും ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയായിരുന്നു. പാർട്ടിയുടെ വിജയം നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ അതൊന്നും ഒരു വില വെച്ചില്ല. ശ്രീ ഉമ്മൻചാണ്ടിനെ മാറ്റി നിങ്ങൾ പ്രതിപക്ഷ നേതാവായില്ലേ? അതുപോലെ ഇപ്പോൾ VD സതീഷിനെ മാറ്റി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ CM കസേരയ്ക്ക് വേണ്ടി മോഹിച്ചിരിക്കുന്നു. PV അൻവറാണ് ജയിച്ചതെങ്കിൽ, UDF തോറ്റുവെങ്കിൽ നിങ്ങൾ ആ ഒരു കാരണം, നിങ്ങൾ ആര് കാരണമാണോ സംഭവിച്ചത് അത് VD സതീഷിന്റെ തലയിലേക്ക് കെട്ടിവെക്കുമായിരുന്നില്ലേ? ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാനും കുഞ്ഞാലിക്കുട്ടിയും മറ്റേയാളും കൂടി ഒന്നിച്ച് തീരുമാനിച്ചു. നാണമില്ലേ മിസ്റ്റർ? എല്ലാവരും കൂടി കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഇനിയും നമുക്ക് നമ്മുടെ വഴിയിലൂടെ പോകാം. ഇത്ര നാളെ നിങ്ങളിത് പറഞ്ഞില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും മറ്റോരും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ? നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ധൈര്യമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല PV അൻവറിനെ മാറ്റി നിർത്താൻ ഞാനും ഉണ്ടായിരുന്നുവെന്ന്? നിങ്ങളൊരു തെറ്റാണ് മിസ്റ്റർ രമേശ്, നിങ്ങളൊരു തെറ്റ്. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഖ്യമന്ത്രി കസേര മാത്രമാണ്. സ്വന്തം പാർട്ടി വളരണമെന്നൊരു ചിന്ത നിങ്ങൾക്കില്ല. അതാണ് നിങ്ങളുടെ തോൽവി.